ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലൊന്നില്ലെങ്കിൽ പോലും നല്ല രുചിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങളുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചിയോ മീനോ പച്ചക്കറിയോ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രുചിയോട് കൂടിയിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഓരോന്നായിട്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ റെസിപ്പിയും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി മാത്രം വേണ്ടതെങ്കിൽ ആ ഒരു മെൻഷൻ ചെയ്ത സമയത്തിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഷെയർ ചെയ്യാത്ത 1-2 റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ വേറെ ഒന്ന് നമ്മുടെ ചക്കക്കുരു വെച്ചിട്ട് നമ്മൾ കളയാറുള്ള ചക്കക്കുരു വെച്ചിട്ട് നല്ല കാസർഗോഡൻ സ്റ്റൈലിൽ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്കും. പിന്നെ വേറൊന്ന് നമ്മുടെ വീട്ടുവളപ്പിൽ കാണാറുള്ള ചേമ്പില, ഞങ്ങൾ താള് എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അപ്പവും ഒരു കറിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. pathrade എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് തക്കാളി വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള 5 ടൊമാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ തൊലി നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അവസാനം അതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൂവ് ആകുന്ന രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തക്കാളി ഒന്ന് അതിൻ്റെ തൊലി മാറ്റിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം ഒന്ന് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രം ചൂടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് പാത്രം. നമുക്ക് ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അല്ലി ഒരു 10 അല്ലെങ്കിൽ ഒരു 15 അല്ലി വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊരു 15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെ മതിയാകും. അതുപോലെ ഒരു 3 വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കീറിയിട്ട്. അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം തീ ഒന്ന് നല്ലോണം കുറച്ച് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഫ്ലഷ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കുക ഈ ഒരു സമയം. അതുപോലെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഇതിലോട്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് ആയിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4-5 മിനിറ്റ് ആയി. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് നോക്കാം, ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള തക്കാളി അച്ചാറാണ്. പിന്നെ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ കുറേ നാൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് ഉള്ളിത്തീയലാണ്. അപ്പോൾ നമുക്ക് ഉള്ളി വെച്ചിട്ട് വെറും 2-3 ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരിച്ചിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഉള്ളിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്. എന്നിട്ട് ഇത് വെന്ത് വെള്ളമൊക്കെ വറ്റി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഉള്ളി ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നമ്മൾ എല്ലാ കറിയും ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റാനുണ്ട്, അത് ഇരുന്നോട്ടെ. നമ്മൾ തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പാകത്തിന് കറക്റ്റ് ആയിക്കോളും. വെള്ളം തീരെ ഇല്ലെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് വറവിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ഒരു ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ട് കളറൊക്കെ മാറുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഈ ഒരു വറവിടുന്ന വീഡിയോ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ആ ഒരു വീഡിയോ മാത്രം ഞാൻ വീണ്ടും കറി ഉണ്ടാക്കിയിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ്. ബാക്കിയൊക്കെ മുമ്പ് ചെയ്തതും വറവിടുന്നത് മാത്രം രണ്ടാമത് ചെയ്തതും. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്തപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടാമത് ചെയ്തപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു. അതാണ് ഒരു കളറ് വ്യത്യാസം കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിത്തീയലും റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഉള്ളിത്തീയൽ. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് പപ്പടം വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 4 ചെറിയ ഉള്ളി, അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി,
ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി ക്രഷായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത വറ്റൽമുളക്, കറിവേപ്പില അതൊക്കെ നന്നായി ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ക്രഷായി കിട്ടിയില്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം എല്ലാ ഇൻഗ്രീഡിയൻറ്റും നല്ലോണം ക്രഷായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പൊരിച്ചെടുത്ത പപ്പടം. ഞാൻ വലിയ പപ്പടം ആയതുകൊണ്ട് 12 പപ്പടം എടുത്തിട്ടുണ്ട്. ചെറിയ പപ്പടമൊക്കെ ആണെങ്കിൽ 15 എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം നന്നായി ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു വറ്റൽമുളക് അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു റോസ്റ്റ് ചെയ്യുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ പപ്പടം വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ കുറച്ച് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. പിന്നെ അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ നേരം ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കുറേ നേരം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പപ്പടത്തിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ സെർവ് ചെയ്യാൻ നേരത്ത് പപ്പടം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പടം തോരൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ അടുപ്പിൽ കനലിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മളിത് അരക്കുമ്പോൾ അമ്മിക്കല്ലിലാണല്ലോ മുമ്പൊക്കെ അരക്കാറുള്ളത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ അതിലോട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ചുട്ട് ഇതുപോലെ പിടിച്ച് കൊടുക്കും. അപ്പോൾ ഫ്ലഷൊക്കെ അതിലോട്ട് അരപ്പിലോട്ട് കയറിപ്പോവും. ഇതിൻ്റെ സ്കിന്ന് നമുക്ക് റിമൂവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കനലൊന്നും അടുപ്പൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാനിപ്പോൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇത്രയും വലിയ വഴുതനങ്ങ വേണ്ട. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും വലിയ വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് 1.5 കപ്പ് തേങ്ങയോളം ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1/4 ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 ഭാഗമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ വെള്ളം ചേർത്ത് വേവിക്കുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നോർമലി വേവിക്കുന്ന പോലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒന്നിടക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ഇടക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു ഫ്രഷ് മാത്രമാണ് കേട്ടോ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ വേവിച്ച വെള്ളം കളയണ്ട, നമുക്കത് അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ വഴുതനങ്ങ നല്ലോണം വാഷ് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം യൂസ് ചെയ്യാം അരക്കുമ്പോൾ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫ്ലഷ് മാത്രം ഇട്ടാൽ മതി, സ്കിന്നിട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഫ്ലഷ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിനുള്ള അളവാണിത്. ഇത്രയും വഴുതനങ്ങക്ക് ഈ 1 കപ്പ് തേങ്ങ. പിന്നെ അതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വറ്റൽമുളക്, അതുപോലെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി സവാള, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അരക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.